ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ ഉൾപ്പെടെ സംസ്ഥാന വ്യാപക പരിശോധന നടക്കുകയാണ്. ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി കസ്റ്റംസ് ആണ് ഈ പരിശോധന നടത്തുന്നത്. ഭൂട്ടാൻ പട്ടാളം ലേലത്തിൽ വിറ്റ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലേക്ക് കടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 18 ഇടങ്ങളിലാണ് കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലായി പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ ലാൻഡ് റോവറും ദുൽഖർ സൽമാന്റെ നിസാൻ പെട്രോൾ വാഹനവും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തേക്കും എന്നുള്ള സൂചന കൂടി ഇപ്പോൾ വരുന്നുണ്ട്. റാഫി കരീം ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോഴുള്ളത് ദുൽഖർ സൽമാന്റെ എളംകുളത്തെ വീട്ടിന് മുന്നിൽ നിന്നാണ്. വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് റാഫി. ഈ ദുൽഖർ സൽമാന്റെ വാഹനം അത് നിസാൻ പെട്രോൾ വാഹനമാണ്. ഇത് കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയുണ്ടോ? മാത്രമല്ല, എങ്ങനെയാണ് ഈ വാഹനം ഈ നടന്മാരുടെ കൈകളിലേക്ക് എത്തിയത്? ഇടനിലക്കാർ വഴിയായിരുന്നോ ഈ ഏർപ്പാടുകൾ നടന്നത്? ഇതിൽ സാമ്പത്തികമായ ഇടപാടുകൾ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ടോ ഇപ്പോൾ റാഫി? ദുൽഖർ സൽമാന്റെ എളംകുളത്തെ വീട്ടിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ദുൽഖർ സൽമാന്റെ പക്കലുള്ളത് നിസാനിന്റെ പാട്രോൾ എന്നൊരു വാഹനമാണ്. ഒപ്പം തന്നെ പൃഥ്വിരാജിന്റെ കയ്യിലിരിക്കുന്നത് ഡിഫൻഡർ വാഹനമാണ്. അത് ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ വാഹനം. മറ്റൊന്നുകൂടി, അതായത് കൊച്ചിയിൽ മറ്റൊരു പരിശോധന കൂടി നടക്കുന്നത് അമിത് ചക്കാലക്കൽ, സിനിമാ താരമായ അമിത് ചക്കാലക്കലിന്റേതാണ്. അമിത് ചക്കാലക്കലിന്റെ കയ്യിലിരിക്കുന്ന വാഹനം അത് ടൊയോട്ട പ്രാഡോ വാഹനമാണ്. ഇതെല്ലാം തന്നെ വിന്റേജ് വാഹനങ്ങളാണ്. വിന്റേജ് വാഹനങ്ങളെ ചെറിയ തുകക്ക് വിദേശത്ത് കുറച്ച് നമ്പറുകൾ മാത്രം ഇറങ്ങിയ വാഹനങ്ങളാണ്. ആ കാലത്ത് അധികം വാഹനങ്ങൾ നിരത്തുകളിലില്ല. ആ കാലത്ത് ആ വാഹനങ്ങൾ കണ്ടെത്തുകയും ആ വാഹനങ്ങൾ പിന്നീട് ഭൂട്ടാൻ അടക്കമുള്ള രാജ്യങ്ങളിലൂടെ നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നതാണ് രീതി. ഇതിന് കൃത്യമായി രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ തന്നെയുണ്ട്. ഇത്തരം വാഹനങ്ങളുടെ ഇടപാടുകൾക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ രാജ്യവ്യാപകമായുണ്ട്. ഈ സംഘങ്ങൾ അതിന് കൃത്യമായ മാർഗങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് ഇത്തരം വാഹന പ്രേമികളുടെ കയ്യിലേക്ക് മോഹവില കൊടുത്ത് വാങ്ങാൻ കാത്തിരിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ രീതി എന്നുള്ളത് ഇത്തരം ഇടങ്ങളിൽ നിന്ന് വാഹനങ്ങൾ സ്വന്തമാക്കുന്നു. അത് പല വിലക്കായിരിക്കും വാഹനങ്ങൾ സ്വന്തമാക്കുന്നത്. ഈ സ്ക്രാപ്പ് വില, അതായത് ഈ വാഹനത്തിൻ്റെ പഴക്കമെല്ലാം കണക്കാക്കിക്കൊണ്ട് ഈ വാഹനം നിരത്തിൽ ഓടാൻ കഴിയാത്ത നിലയിലുള്ളപ്പോഴൊക്കെ ആയിരിക്കും സ്വന്തമാക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.